الحمد لله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الذي أنزل الكتاب تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. നമ്മളിന്ന് പഠിക്കേണ്ട ഭാഗം ഖുർആന്റെ പേജ് 21 ആയത്ത് 135 മുതൽ 141 വരെയാണ്. ഈ ഭാഗം നിങ്ങൾക്ക് നേരത്തെ അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ വാക്കർത്ഥം പറഞ്ഞു. അതേപോലെ വായിച്ചു നോക്കിയിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും പറഞ്ഞു. അപ്പോ 137 ആയത്ത് എങ്ങനെ വായിക്കും? ഇന്നാമനു ബിമിസ്ലിമ ആമൻതും ബിഹി. ആരെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടായിരുന്നോ? അവസാനത്തെ അക്ഷരം ഏതാണ്? നിങ്ങൾ പറഞ്ഞപ്പോൾ വായിക്കുമ്പോൾ അവസാനത്തെ അക്ഷരം ഏതാണ്? വായനയിൽ അവസാനത്തെ അക്ഷരം വാവിന്റെ അടയാളം സുക്കൂനാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അത് ബോധ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? വാവിന് സുക്കൂനാണ്. ഇഹ്തദാവാണ് പഠിച്ചല്ലോ. പട്ടിക, ഇഹ്തദയുടെ പട്ടിക പഠിച്ചില്ലേ? എന്നാ പറയും, ഇഹ്തദയുടെ പട്ടിക പറയും. വേഗം പൊയ്ക്കോളേ, വേഗം. രണ്ടാമത്തെ എന്താണ്? ഇത് പഠിച്ച ആളുകൾ പിന്നെ സംശയമുണ്ടോ? അവിടെ വാവിന് സുക്കൂൻ മാറ്റി പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് അത് പഠിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. മതി. ഇത് മാത്രം മനസ്സിലാക്കിയിരുന്നു. ഇഹ്തദയുടെ അപ്പൊ അവിടെ വാവിൽ സുക്കൂനാണ്. ആ വാക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ സുക്കൂനിട്ടില്ലെങ്കിലും നമ്മൾ നിർത്തുമ്പോൾ അവിടെ സുക്കൂനിട്ട് നിർത്തണം. ചേർത്ത് ഓതുകയാണെങ്കിൽ വാവിന് രണ്ടാമത് വീണ്ടും വാവ് വരുന്നതുകൊണ്ട് ആദ്യത്തെ വാവിന് സുക്കൂൻ, രണ്ടാമത്തെ വാവിന് ഫതഹമായതുകൊണ്ട് എന്ത് ചെയ്യണം? ഷദ്ദ് കൊടുത്ത് പറയാം. ആയത്ത് നമ്പർ പറഞ്ഞല്ലോ, ഗ്രൂപ്പിൽ ഇട്ട് തന്നല്ലോ നമ്മള്. 137. ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടായിരുന്നോ? ഇല്ല, ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ മെസ്സേജ് കാണുന്ന പ്രയാസമൊന്നും ഉണ്ടായില്ല. ഞാനൊന്നും നോക്കിയില്ല, ഗ്രൂപ്പ് നോക്കിയില്ലെന്ന് തീരെ നോക്കിയില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ അസൈൻമെന്റ് എഴുതുക? അസൈൻമെന്റ് ഒഴിവുള്ള സമയത്ത് നോക്കുക, എഴുതുകയൊക്കെ ചെയ്യും. ഒന്നും തീരെ ഒരു ഒഴിവില്ലേ. എപ്പോഴാ ഒഴിവുണ്ടാവുക? എനിക്ക് ഒഴിവുള്ള സമയം എന്ന് പറയാൻ തന്നെ പറ്റൂല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്നൊരു ഒഴിവുണ്ടാവും. തിരക്ക് ഇനിയിപ്പൊ കേറിയ തന്നെ 8:35 കഴിഞ്ഞതിന് ശേഷം. 35 കഴിഞ്ഞിട്ടേ ക്ലാസ് തുടങ്ങിയുള്ളൂ. വിചാരിച്ചു അടുത്ത ക്ലാസ്സിൽ ലേറ്റായി വരണ്ട. ഇല്ല, ഞാൻ കഴിയുന്ന ശ്രമിക്കണ്ട്. പക്ഷെ എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിയൂല. ഇങ്ങനെ ഇഷ്ടപ്പാടാ. അവരവരുടെ കാര്യം അവരവരാണ് നോക്കേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഐഹിക ജീവിതം ആണ്. നമ്മളെ തിരക്കാണെങ്കിൽ പിന്നെ എപ്പോഴും തിരക്കായിരിക്കും. രാത്രിയത്തെ ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഐഹിക ജീവിതം തിരക്കാണ്, നമ്മളെ തിരക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ വ്യാപൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും തിരക്ക് തന്നെ ആയിരിക്കും. തിരക്ക് ഒഴിഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവനെ തിരക്കിൽ നിന്നും അള്ളാഹ് മോചിപ്പിക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞേ മോചിപ്പിക്കാത്ത? അങ്ങനെയാണ്. നമ്മളിപ്പോ 2-3 വർഷം കൊണ്ട്, എത്ര വർഷമായി?
ഞാൻ നിങ്ങളോട് നോക്കണ്ടേ ചോദ്യം ചെയ്യല്ല കേട്ടോ, അതായത് ഇതിന്റെ ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു ഉം. കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്, അല്ല നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുകയോ ചോദ്യം ചെയ്യല്ല. ഓരോരുത്തരുടെയും അവസ്ഥയും കാര്യങ്ങളൊക്കെ അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ആള് എത്ര വർഷം കൊണ്ട് നമ്മളോട് പഠിക്കുന്നുണ്ട്? 3 കഴിഞ്ഞണല്ലോ അല്ലേ നമ്മള്? 3 വർഷമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഇതിനു വേണ്ടി ചെലവഴിക്കണം. അപ്പൊ നമ്മൾ ഡയറി എടുക്കുക, ഡയറിയിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കാൻ. ഞാൻ പഠിക്കുന്ന സമയം നിങ്ങളെ കൊണ്ട് സത്യപ്രതിജ്ഞ എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അല്ല അതൊക്കെ ഞാൻ ചെലവഴിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഇങ്ങനെ ഈ ഇന്നത്തെ ഒന്നും മെസ്സേജ് തീരെ നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അത് ഞാൻ ഇഷ്ടം പോലെ സമയം ചെലവഴിക്കുന്നുണ്ട് അല്ല അല്ല പഠിക്കാനായിട്ട്. അല്ല അത് ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ മെസ്സേജ് നോക്കാതെ പിന്നെ എന്താ ചെയ്യുന്നത് ആ സമയത്ത്? നിങ്ങൾ എല്ലാ ഇഷ്ടം മെസ്സേജ് പോലെ സമയം നോക്കട്ടെ ചെലവ്. നോക്കട്ടെ നോക്കട്ടെ എന്ന് വിചാരിക്കണ കുറെ സമയമായി, പക്ഷെ അതിന്റെ അതല്ല എന്റെ ചോദ്യം, അതല്ല എന്റെ ചോദ്യം, അതല്ല. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ ഇത്ര മണിവരെയാണ് പോകാൻ പഠിക്കുന്നതെന്ന്? അതൊക്കെ ഞാൻ ഇല്ല, ഞാൻ അതിനായിട്ട് നല്ലോണം ചെലവഴിക്കുന്നുണ്ട് സമയം. എഴുതി അവിടെയാണ് വെക്കലും പ്രശ്നം. ഉണ്ട്. അവിടെയാണ് പ്രശ്നം. അതായത് നമ്മൾ അൺലിമിറ്റഡ് ആണ്, ഒരുപാട് സംഭവം ചെയ്യും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്റെ അവസ്ഥ. നമ്മളിപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ തറാവീഹ് നിസ്കരിച്ചു, ദുഹർ നിസ്കരിച്ചു, അസ്ർ നിസ്കരിച്ചു. എന്താ നിസ്കാരത്തിൽ പറഞ്ഞല്ലോ ബോധമുണ്ടോ? നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോ എന്താണ് അള്ളാഹിന്റെ അടുത്ത് പറയാൻ പോകുന്നതെന്ന് ബോധമുണ്ടോ? അതിനെ അതൊക്കെ കുറിച്ചാണ് ഞാൻ അർത്ഥം ഇങ്ങനെ മനസ്സിൽ നോക്കലുണ്ട്. നമ്മുടെ വിഷയം ഈ അസൈൻമെന്റ് ഞാൻ തരുന്ന എന്തിനാണ്? മനഃപൂർവ്വം തരുന്നതാണ്. നിങ്ങൾ ഈ പേജ് വായിച്ചു നോക്കിയിട്ടാണ് ക്ലാസ് വരേണ്ടത്. ഓരോ പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കിയിട്ടാണ് ക്ലാസ് വരേണ്ടത്. ഞാൻ കുറച്ചു നേരത്തെ ഇരിക്കാൻ വേണ്ടി നോക്കൂ, പക്ഷെ എങ്ങനായിട്ടും കഴിയില്ലെന്ന്. അതായത് ഞാൻ പറയുന്നത് നമ്മൾ അനന്തമായി ഉപയോഗിക്കരുത് സമയം, ഒന്നിനും ഉപയോഗിക്കരുത്. അപ്പൊ ഖുർആൻ പഠനത്തിന് പ്രത്യേകിച്ച്. കാരണം എന്താന്ന് വെച്ചാല്, ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഓഫീസിൽ ഒരാളുണ്ടായിരുന്നു. ആള് രാവിലെ വന്നാല് കുറച്ചു നേരം ഖുർആൻ ഓതും. അപ്പം എല്ലാ ദിവസവും കുറച്ചു നേരം ഇയാൾ ഖുർആൻ ഓതും. ഓഫീസിൽ വന്നിട്ടാ, ഓഫീസ് 8 മണിക്ക് വരും. ഓഫീസ് 8 മണിക്കാണ്. 8 മണിക്ക് കൃത്യമായിട്ട് ബസ്, കമ്പനിയുടെ വണ്ടിയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് 8 മണിക്ക് എത്തില്ല. എങ്കിൽ പോലും ഇയാൾ ഓഫീസിൽ വന്ന് ആദ്യം ചെയ്യുന്നത് കുറച്ചു നേരം ഖുർആൻ ഓതും. അയാളെ നിർത്തി കുറച്ച് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യും. അപ്പോൾ വെള്ളക്കാരൻ മാനേജരോ അസിസ്റ്റന്റ് മാനേജരോ എന്തോ ഒരാൾ വന്നിട്ട് പറയാം, ഈസ് റീഡിങ് ദ ബ്ലഡി ഖുർആൻ, ഈസ് റീഡിങ് ദ ബ്ലഡി ഖുർആൻ. അപ്പൊ ഈ ബ്ലഡി ഖുർആൻ എന്ന് പറയാനുള്ള അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്താ? അയാൾ ഓഫീസ് സമയത്തല്ല അത് വായിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എന്താ ബ്ലഡി ഖുർആൻ? ഞാൻ വിശദീകരിക്കുന്നില്ല, എന്തോ ഒരു സംഭവം പറഞ്ഞാണ് അയാൾ. ബ്ലഡി റാസ്കൾ എന്ന് പണ്ട് വെള്ളക്കാരൻ പഠിപ്പിച്ചു ഓർമ്മയില്ലേ? അപ്പൊ ചീത്ത പറയാനുള്ള ഇടയാക്കി എന്താ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി എഴുതി വെക്കണം. ആ എഴുതി വെക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മുൻകൂട്ടി. എനിക്ക് ഇന്ന് രാവിലെ അയാളെ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ നമ്മുടെ ഖുർആനെ ആളത്ര നീചമായിട്ട് സംസാരിച്ചത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര സമയം വരെയാണ് നമ്മൾ ഖുർആൻ പഠിക്കേണ്ടതെന്ന് എഴുതി വെച്ചാൽ ആ സമയമാകുമ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പിൽ നോക്കണം എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഈ ഗ്രൂപ്പിൽ വേറെ ഒന്നും വരില്ല, ആരും ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ നിർദ്ദേശങ്ങൾ മാത്രമേ വരുള്ളൂ. അത് നോക്കണം. അതിലെന്ത് പറഞ്ഞിരിക്കുന്നു? ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ നമ്മള്. 1 മിനിറ്റ് 2 മിനിറ്റ് എന്തോ പോയിന്റാണ് ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫ് എന്താണ്? നമ്മുടെ ജീവിതത്തിന് ഒരു കൃത്യമായ ലക്ഷ്യം വേണം. നമ്മുടെ പഠനത്തിന് ഒരു കൃത്യമായ ലക്ഷ്യം വേണം. നമ്മുടെ ടൈം ടേബിളിൽ കൃത്യമായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ഇത് നമ്മൾ ആദ്യം പറയിപ്പിച്ചിട്ടാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ എഴുതിയിട്ട് ഞാൻ ഇത്ര മണിക്കൂർ എത്ര മണി പഠിക്കും എഴുതി വയ്ക്കാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ നോക്കണം, ഇത് വന്നിട്ടുണ്ടോ നോക്കണം. അത് കഴിഞ്ഞുള്ള ബാക്കി കാര്യമാണ് നമ്മൾ വായിച്ചു നോക്കിയിട്ട് വാക്കുകളുടെ എണ്ണമൊക്കെ എഴുതാണ്ട്. അല്ല നേരെ വന്നിട്ട് വായിച്ചു നോക്കി വാക്കുകളുടെ എണ്ണം അങ്ങനെ കുറേ നേരം ഇരിക്കുക. അപ്പൊ കുട്ടികളും പിന്നെ കുടുംബവും ഒക്കെ എന്താ പറയാ നമ്മളെ കുറിച്ച്? മാക്ക് എപ്പോഴും ഇത് തന്നെയാണ്. അപ്പം കേൾക്കണേ, എപ്പോ ചീത്ത കേൾക്കണാണ്. അവിടെയാണ് പ്രശ്നം. നമ്മളെന്ത് ചെയ്യണം?
അപ്പൊ മക്കളോട് പറയാൻ പറ്റും, ഞാൻ സുബഹിസ്കരിച്ചു കഴിഞ്ഞാൽ ഇത്ര മണി വരെ ഞാൻ ഖുർആൻ പഠിക്കും. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ എന്തെങ്കിലും എല്ലാം പ്രശ്നമുണ്ടോ? കഴിച്ചതിന് ശേഷമാണ് ഇരിക്കണേ. അവിടെയാ പ്രശ്നം. എല്ലാം തീർന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഈ ഒരാളോട് മാത്രമല്ല പറഞ്ഞു കേട്ടോ, എല്ലാവരോടാണ് പറഞ്ഞത്. എന്റെ അവസ്ഥ അതാണ്. എന്റെ അവസ്ഥ നമ്മൾ എന്ത് ഒന്നും ചെയ്യണം? എവിടെയില്ല. നമ്മൾ നിർണീത സമയം വേണം. ആ സമയത്ത് ആര് ചോദിച്ചാലും ഈ സമയം ഞാൻ ഖുർആൻ പഠിക്കാനുള്ള സമയമാണ്. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം ഇന്നലത്തെ സമയം ഞാൻ നിങ്ങൾക്ക് തന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് അധിക സമയം എടുക്കുന്നു പറയാൻ പറ്റണം നമുക്ക്. പറയാന് ഓരോരുത്തർ അസുഖവും ഇതും ഒക്കെ കൂടി കഷ്ടപ്പാടാ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എടുത്തതാണ്. അത് ഓരോരുത്തരുടെ അവസ്ഥ അറിയുന്നതാണ്. പക്ഷെ നമ്മൾ അല്പസമയമെങ്കിലും ഇതിനു വേണ്ടി ചെലവഴിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഖാലൂ കൂനൂ ഹൂദൻ ഔ നസാറ തഹ്തദൂ. അപ്പൊ തഹ്തദൂ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല. അവിടെ എന്താണ് വാക്കിന്റെ പൂർണ്ണരൂപം? ഇസ്തദ. തഹ്തദൂന. തഹ്തദൂന യഹ്തദി യഹ്തദൂന, തഹ്തദി തഹ്തദൂന എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ പോയി? കൽപ്പനയുടെ റിസൾട്ട് ആണ് ഇവിടെ. ഇപ്പൊ ലം വരും, ലം വന്നാൽ സുക്കൂൻ ചെയ്യണം. അതേപോലെ ഉപാധിയുടെ റിസൾട്ട് ആണെങ്കിൽ, ഉപാധിയുടെ ഫലമാണെങ്കിൽ അവിടെ സുക്കൂൻ ചെയ്യണം. അതേപോലെ കൽപ്പനയുടെ റിസൾട്ട് ആണെങ്കിലും അവിടെ സുക്കൂൻ ചെയ്യണം. ഒരു കാര്യം കൽപ്പിച്ചാൽ അത് കൽപ്പിച്ച് അത് പ്രവർത്തിച്ചാൽ എന്ത് റിസൾട്ട് ഉണ്ടാകും എന്ന് വരും. ആ വരുന്നിടത്ത് അതിന് സുക്കൂൻ ചെയ്യണം. അപ്പൊ സുക്കൂൻ ചെയ്യുമ്പോ ഇവിടെ ഹംസയിലെ നൂന് പോകും. അതേപോലെ ഒമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ, അവിടെ എല്ലാം ഫതഹാണ്. പിന്നെ വൽ അസ്ബാത്തി അവിടെ കസ്റ. കാര്യം എന്താ? യഹ്തദൂന്റെ നാ പോവാൻ കാരണം എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. ഞാൻ ആദ്യം പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് എന്താ പറഞ്ഞു, എന്നെ പറഞ്ഞൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എടുത്തു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയം അവരവർക്കേ അറിയാവൂ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇത് ഒരാളോടല്ല എല്ലാവരോടുള്ള കാര്യമാണ്. ഒരാളുടെ മാത്രം അവസ്ഥയല്ല. ഒരാൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വായിച്ചു നോക്കാത്ത പലരും ഉണ്ടാകും. എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഓക്കെ, അപ്പോ കൂനു എന്നതൊരു കൽപ്പനയാണ്. നമ്മൾ മുമ്പ് ഇതുവരെ വന്നിട്ടുണ്ട്. കൽപ്പന വരുമ്പോൾ കൂനു നിങ്ങൾ ആകൂ. നിങ്ങൾ ആയാൽ എന്ത് സംഭവിക്കും? അതാണ് കൽപ്പനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. പഠിച്ചാൽ റിസൾട്ട് വരും, പരീക്ഷ എഴുതിയാൽ റിസൾട്ട് വരും, ഫലം വരും. കൽപ്പനയ്ക്ക് ഒരു ഫലം ഉണ്ടാവും. ആ കൽപ്പിച്ച പ്രവൃത്തി ചെയ്താൽ ഒരു ഫലം ഉണ്ടാവും. ആ ഫലം, അതായത് ആ കൽപ്പനയുടെ കാരണമായി ആ ഫലം പറയുന്ന ക്രിയ അപൂർണ ക്രിയയാണ്. പറയുന്നത് അപൂർണ ക്രിയയുടെ രൂപത്തിലാണെങ്കിൽ അതിന് സുക്കൂൻ ചെയ്യണം. അതേപോലെ ഉദാഹരണം പറഞ്ഞാൽ സുക്കൂൻ വന്നിട്ടുള്ള ഷർത്തും ജവാബും. ഷർത്തും ജവാബും പോലെ അമ്രും ജവാബും വരും. ഷർത്ത് കൂനുവാ, ജവാബ് ഷർത്തല്ല, കൂനു അമ്രാണ്. കൽപ്പന ജവാബ്. തഹ്തദു ജവാബാണ്. ജവാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആണ് ഇവിടെ. അതിന്റെ ഫലം. അപ്പൊ തഹ്തദൂനയില് നാ പോവും. ഓക്കെ, ഒമാ ഉൻസില ഇലാ ഇബ്രാഹീമ എന്തുകൊണ്ട് പറഞ്ഞു ഇബ്രാഹീമ എന്ന് പത്ത് കൊടുത്തു? നിങ്ങള് മാറാത്തതാണ് പ്രശ്നം. ഇന്ത്യൻ മാറാത്തല്ല. അനറബി പദം എന്ന് പറയേണ്ട അല്ല ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം അത് കസർ സ്വീകരിക്കാത്തതുകൊണ്ട് കസറിന് പകരം പത്ത് കൊടുത്തു.
കെസർ സ്വീകരിക്കാത്ത ഇത് എന്തുകൊണ്ട് കെസർ എങ്ങനെ വരും? ഇത് കെസർ എങ്ങനെ വരും? ഇലാ എന്തിനാ കെസർ ഇലാ വരേണ്ട ആവശ്യം? വന്നതുകൊണ്ട്. ഇല വന്നതുകൊണ്ട്. നിങ്ങളിപ്പം ഇപ്പോഴും തഹ്തയിൽ തന്നെ ഇരിക്കരുത് കേട്ടോ. ഇപ്പൊ ഇല ഇബ്രാഹിം ആണ് പറയുന്നത്. ഇലാ ഇബ്രാഹിം. ആ മില്ലത്തെ മൂന്നാമത്തെ വരിയില് മില്ലത്തെ ഇബ്രാഹിമാന്നല്ലേ? അതാണ് പറഞ്ഞത്, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കരുത്, താഴോട്ട് വര്. നേരത്തെ പറഞ്ഞില്ലേ അന്ത്യം ഉറച്ചെന്ന്. അപ്പൊ ഉറച്ചിരിക്കരുത്, ഫ്ലെക്സിബിൾ ആകണം, എന്നാലേ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ഇല ഇബ്രാഹിമ എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, മൂന്നാമത്തെ വരിയിലുണ്ട്. അപ്പൊ ഇല വന്നത് കൊണ്ട് ഇബ്രാഹിമക്ക് കെസറാണ് വരേണ്ടത്. കെസർ വന്നില്ല, കാരണം അത് ഉത്തരം പറയേണ്ടത് അത് കെസർ സ്വീകരിക്കാത്ത പദമായതുകൊണ്ട് കെസറിന് പകരം 10 കൊടുത്തു എന്നാണ് ഉത്തരം. കെസർ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാലാണ് അത് അനർബി പദമായത്. അതറിയാം, ഞാൻ മില്ലത്തെ ഇബ്രാഹിമ കേൾക്കും വിചാരിച്ചു. അവിടെ തന്നെ വീണ്ടും ഇരിക്കരുതെന്ന്. ഇത് നമ്മൾ വേഗം പോകുന്ന ക്ലാസ്സാണ്. ഇത് ഫത്തഹു അല്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ സിബഗത്ത് അല്ലാഹിന്റെ അർത്ഥം നോക്കിയായിരുന്നു. സിബഗത്ത് എന്താണ്? വർണ്ണം. വർണ്ണം, പെയിന്റ്. പെയിന്റ്, കളറ്, നിറം, ചായം, ഛായ. ഇരിക്കുന്ന ചായ അല്ല, ഛായ. അസ്ബാത്തിന് കെസർ വന്നതില്ല വന്നതുകൊണ്ട്. അസ്ബാത്തിന് കെസർ നെസ്ബല്ല, കെസർ വന്നത് ജെറാണ്. ജെറ് വന്നത് നേരത്തെയുള്ള കെസർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ജെറ് ചെയ്യപ്പെട്ട പദത്തോട് ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ്. കെസർ ചെയ്യപ്പെട്ട ഇത് ഇവിടെ ഇല്ലല്ലോ, ബന്ധപ്പെടുത്താൻ ഇല അതൊക്കെ കഴിഞ്ഞ് ഇല ഇബ്രാഹിമ കെസർ ചെയ്യപ്പെട്ട പദമാണ്. ഇല ഇബ്രാഹിമ എന്നത് നമ്മൾ അവിടെ ഫത്തഹാണെങ്കിലും കെസർ ചെയ്യപ്പെട്ട പദമാണ് കേട്ടോ. കെസറിന് പകരം ഫത്തഹ അടയാളപ്പെടുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അസ്വാത്തിന്റെ മുമ്പിൽ ഇല വരുമെന്നുള്ള ഇതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടായിരുന്നോ? ഇലാക്ക് ശേഷം വന്ന പദവുമായിട്ട് ബന്ധപ്പെടുത്തിയത്. ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇല ഇബ്രാഹിമ എന്നത് കെസർ ചെയ്യപ്പെട്ട പദമാണ്. ഇബ്രാഹിമിന് കെസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കെസർ സ്വീകരിക്കാത്തത് കൊണ്ട് അതിന് 10 കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ ബേസിക് അടയാളമാണ് നോക്കുക. യഥാർത്ഥത്തിൽ എന്ത് അടയാളമാണ് ഉള്ളത് എന്നാണ് നോക്കുക, അല്ലെങ്കിൽ ഏത് അടയാളത്തിന്റെ സ്ഥാനത്താണ് എന്നാണ് നോക്കുക. അപ്പോ അത് കെസർ ചെയ്യപ്പെട്ട പദം കെസർ ചെയ്യപ്പെട്ട സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തുമ്പോൾ അസ്ബാത്തിന് കെസർ വരും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം, പാരായണം ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ തജ്വീദ് അല്ല നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരണം. അതിനെ പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ എവിടെയെങ്കിലും ഖുർആൻ കേൾക്കുമ്പോൾ അർത്ഥം മനസ്സിൽ വരുത്താൻ നമുക്ക് പറ്റുള്ളൂ. أعوذ بالله من الشيطان الرجيم. وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في
فسيكفيكهم الله وهو السميع العليم صبغة الله ومن أحسن من الله صبغة ومن أحسن من الله صبغة ونحن له عابدون قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. ഇതിന്റെ അർത്ഥം പോയിട്ട് ആശയം അല്ല, ആശയം പോയിട്ട് അർത്ഥം വരെ മനസ്സിൽ വരുന്നില്ല. അത് ശ്രദ്ധിക്കായിട്ട് അർത്ഥം ശരിക്കും പഠിക്കായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതില് ആവർത്തിച്ചു വന്ന സൂക്തം ഏതാണ്? നേരത്തെ വന്ന ഒരു സൂക്തം ഇതിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്, അതേതാണ്? ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ അത് നേരത്തെ എവിടെ വന്നു? അവിടെ വന്നണല്ലേ ഇതിന്റെ മുന്നേ. ബഖറയുടെ ഫസ്റ്റില് ബഖറ അലിഫ് ലാം ബക്കറയിലല്ല, തിൽക ആല് ഉമ്മത്തുൻ ഇമ്രാനിലാണ് ഖദ് വരുന്നത്. ഖലത് ലഹാ അസ്ബാത്തൊക്കെ മാ വന്നു. കസബത്. തിൽക ആ ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ ആ കസബത്. തിൽക്ക ഉമ്മത്തുൻ ഖദ് ഖലത്ത് കഴിഞ്ഞ പേജിന്റെ അവസാനം അത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞു തിൽക പോയി. ഉമ്മത്തുൻ. ഉം. അത് കഴിഞ്ഞു പോയി. അപ്പൊ നമ്മളിങ്ങനെ കൗതുകമുള്ള സംഗതി, എന്നത് പ്രത്യേകതയുള്ള സംഗതികളൊക്കെ നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ എടുത്തു വെച്ചിട്ട് ആ പേജ് ഇത് എവിടെ കണ്ടല്ലോ, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ചിന്ത കുറച്ചു നേരം വർക്ക് ചെയ്യും. ഇത് എവിടെ കണ്ടത്, അതെവിടെ നിന്ന് നോക്കുക. എവിടെ പറഞ്ഞിരിക്കുന്നത്? ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹിമ എന്നാണ്. ആൽ ഇമ്രാനിൽ വരുമ്പോഴത്തേക്ക് വമാ ഉൻസില അല, അവിടെ ഖുൽ ആമന്ന എന്നാണ് വരിക. അവിടെ വമാ ഉൻസില അല എന്നാണ് വരിക. വമാ ഉൻസില അല ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഖൂബ വൽ അസ്ബാത്ത്. അപ്പൊ ഹിഫ്ളാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ അലാണ്, ഇവിടെ ഇലയാണ്. അവിടെ കുല്ലാണ്, ഇവിടെ കൂലുവാണ്. ഓക്കെ. ഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. അവർ പറഞ്ഞു, നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആവുക, എങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. തഹ്തദു ഇഹ്തദ, സന്മാർഗം പ്രാപിച്ചു. തഹ്തദു, നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. കാരണം അവിടെ കൂനു, നിങ്ങൾ ആകൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങൾ ആയാൽ നിങ്ങൾ സന്മാർഗപ്രാപ്തരാകും. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ ജൂതനായാലും ക്രിസ്ത്യാനി ആയാലും സന്മാർഗം പ്രാപിക്കുമെന്നാണോ? അങ്ങനെയല്ല. അവരിലുള്ള ജൂതൻ പറഞ്ഞു, നിങ്ങൾ ജൂതനായാൽ സന്മാർഗം പ്രാപ്തരാകും. അവരിലുള്ള ക്രിസ്ത്യാനി പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനി ആയാൽ സന്മാർഗപ്രാപ്തരാകും എന്നാണ്. കാരണം അവർ രണ്ടുപേരും പരസ്പരം ഒരിക്കലും അംഗീകരിക്കില്ല. ഖുൽ ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ. അവരോട് പറയണം, അപ്പൊ ഇത് എന്താണ്? ഹിക്മത്തോടു കൂടിയാണ് പറയേണ്ടത്. നമ്മൾ ഇപ്പൊ ആനുകാലികമായി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ നമ്മൾ ഹിക്മത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഡയറക്റ്റ് അപ്രോച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളെ പെൺകുട്ടികളുടെ അഴിഞ്ഞാട്ടത്തിന് കാരണമാകും, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ആവർത്തി ഒഴിവാകും എന്നൊക്കെയുള്ള ചിന്തയാണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞാൽ അത് എങ്ങനെ അവർ മനസ്സിലാക്കും എന്നതിന് ഇതില്ലായ്മ ചെയ്യാൻ വേണ്ടി വേറെ തന്ത്രങ്ങൾ ഉപയോഗിക്കണം. അത് യഥാർത്ഥത്തിൽ വേറെ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഫിസിക്കൽ സാങ്കേതിക എന്താ പറയുക, കായിക അഭ്യാസമാണെങ്കിൽ കായികാഭ്യാസം പഠിപ്പിക്കാനുള്ള അധ്യാപകരെ വേണ്ടത്ര നിയമിക്കുന്നില്ല സ്കൂളുകളിൽ. അതിന് പരിഹാരം അവിടെയാണ് ചെയ്യേണ്ടത്. മയക്കുമരുന്ന് നിയന്ത്രിക്കാനോ, മയക്കുമരുന്ന് നിയന്ത്രിക്കാനാണെങ്കിൽ
മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവരെ ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ശൃംഖലയോ കണ്ണിയോ പിടിക്കാൻ വേണ്ടി ആരും മെനക്കെടുന്നില്ല. അത് തിരിച്ചുകൊണ്ടുവരികയാണ് അതിന് വേണ്ടത്. കുട്ടികളുടെ മാനസിക പ്രശ്നമെങ്കിൽ അത് അധ്യാപകരുടെ കൺസെപ്റ്റ് മാറ്റുന്നതിലൂടെയാണ് ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ വേറെ പല കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ജൂതനാകൂ, ക്രിസ്ത്യാനിയാകൂ എന്ന് പറഞ്ഞപ്പോ അല്ല ഞങ്ങൾ മുസ്ലിമാണ് ആവുക എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ, ഞങ്ങള് ഇബ്രാഹിമിന്റെ മില്ലത്താണ് സ്വീകരിക്കുന്നത്. കാരണം എന്താ, അവർ ഇബ്രാഹിമിനെ അംഗീകരിക്കുന്നുണ്ട്. ജൂതനും ക്രിസ്ത്യാനിയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്രാഹിമിന്റെ മില്ലത്താണ് അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഹനീഫൻ, ഋജുവായവനായ നിലയിൽ ഇബ്രാഹിമ ഹനീഫൻ, ഋജുവായവനായ ഇബ്രാഹിമിന്റെ മില്ലത്താണ് ഞങ്ങൾ പിൻപറ്റുക. അതാണ് ഹിക്മത്ത്. മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ ആരാധകനായിരുന്നില്ലല്ലോ. ഖൂലു ആമന്ന ബില്ലാഹി, പിന്നെ വീണ്ടും പറയുന്നു, നിങ്ങൾ പറയൂ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ബുദ്ധിപൂർവ്വം ഇബ്രാഹിമിന്റെ മില്ലത്ത് ആണ് ഞങ്ങൾ. മില്ലത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലായി, മില്ലത്ത് എന്താണ്? മാർഗം. മില്ലത്തിന്റെ അതേ അർത്ഥം തന്നെയാണ് ശരീഅത്തിനുമുള്ളത്. അതേ അർത്ഥത്തിൽ തന്നെ ദീനും ഉപയോഗിക്കും. ശരീഅത്തോ? ശരീഅത്ത്, ശൈഅത്തോ? ശരീഅത്ത്, 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 ശരീഅത്ത് നിയമം എന്നൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടില്ലേ? പത്രത്തിലൊക്കെ വരില്ലേ ശരീഅത്ത് നിയമം? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിയമ സംഹിത എന്നാണ്. ശരീഅത്ത് നിയമം എന്ന് പറയേണ്ട കാര്യമില്ല, ശരീഅത്ത്. മില്ലത്തും ശരീഅത്തും ദീനും ഒക്കെ ഏകദേശം ഒരേ അർത്ഥത്തിലാണ് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒമാക്കാന മിനൽ മുശ്രിക്കീൻ ഖൂലു, എന്നിട്ട് പിന്നീട് പറഞ്ഞു, നിങ്ങൾ പറയൂ, അവരോട് പറയാൻ പറയാണ്. ഖൂലു, നിങ്ങൾ പറയൂ, ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിം. നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ അള്ളയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. നിങ്ങൾ എന്ത് പറയണം? വമാ ഉൻസില ഇലാ ഇബ്രാഹിം, നിങ്ങൾ വിശ്വസിക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയൂ. മാത്രമല്ല ഇസ്മായിലിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇസ്മായിലിനെ ഇത് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു എന്ന് പറയൂ. അപ്പൊ ഇസ്ഹാഖിൽ ഇറക്കപ്പെട്ടത് വിശ്വസിക്കുന്നു എന്ന് പറയൂ. യാക്കൂബിനെയും അവർ അംഗീകരിക്കുന്നു. യാക്കൂബിൽ ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു എന്ന് പറയൂ. വൽ അസ്ബാത്ത്, ഇവരിൽ എല്ലാത്തിലും. വൽ അസ്ബാത്ത് എന്ന് പറയുമ്പോ അസ്ബാത്തിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? പരമ്പര. സന്തതി പരമ്പര. അവരുടെ സന്തതി പരമ്പരയിൽ ഇറക്കപ്പെട്ടതിലും അതിലൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരു വിവേചനവുമില്ലാതെ എല്ലാ ദൈവദൂതന്മാർക്കും ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത്. അല്ലാതെ നിങ്ങൾ ജൂതനാകൂ, ക്രിസ്ത്യാനിയാകൂ, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നല്ല പറയേണ്ടത്. ദൈവദൂതന്മാരിൽ ഇറക്കപ്പെട്ടതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് പറയേണ്ടിയിരുന്നത്. ഊത്തിയ മൂസ മൂസാക്ക് നൽകപ്പെട്ടതിലും ഈസ അലൈഹിസ്സലാം അവർക്ക് ഇറക്കപ്പെട്ടതിലും മറ്റ് നബിമാരുമുണ്ടല്ലോ, വേറെയും നബിമാരുണ്ട്. വേറെയും നബിമാരുണ്ട് എന്നത് അവർ അംഗീകരിക്കുന്നു. അപ്പൊ പ്രബോധകന്റെ ദൗത്യം എന്ന് പറയുന്നത്, പ്രബോധിതർ ആരോടാണോ നമ്മൾ പ്രബോധനം നടത്തുന്നത് അവർ അംഗീകരിക്കുന്ന പോയിന്റിൽ ഊന്നി നിന്ന് സംസാരിക്കുക. ദൈവദൂതന്മാർക്ക്, നിങ്ങൾ മനസ്സിലാക്കുന്ന ദൈവദൂതന്മാരെന്ന് മനസ്സിലാക്കുന്നല്ലോ, ആ ദൈവദൂതന്മാർക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയൂ. എന്നും നിങ്ങൾ പറയണം. ഈ ദൈവദൂതന്മാർക്കിടയിൽ നുഫര്യക്കുവിന്റെ മാവി എന്താണ്? ഞങ്ങൾ ചെയ്യുന്നില്ല, വേർതിരിവ് കൽപ്പിക്കുന്നില്ല. അവരിലുള്ള ഒരുത്തർക്കിടയിലും. അപ്പൊ ഒരു ദൂതന്മാരും തമ്മിൽ എന്തില്ല, എന്ത് ചെയ്യേണ്ടില്ല, വിവേചനം കൽപ്പിക്കേണ്ടതില്ല.
എന്നാൽ ഓരോ നബിമാർക്കും സവിശേഷതയുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, തിൽക റുസുലു ഫദ്ദൽന ബഅ്ദഹും അലാ ബഅദ്. അതേസമയം തന്നെ പറഞ്ഞു ലാ നുഫർരിഖു ബൈന അഹദിൻ, അവർക്കിടയിൽ വിവേചനമില്ല. അവരെല്ലാം ദൈവദൂതന്മാരാണ്, അവർക്കിടയിൽ അവർക്കിറക്കപ്പെട്ടതിൽ നമ്മൾ വിശ്വസിക്കണം. എന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യം അനുസരിച്ച് മൂസാ നബി അലൈഹി സ്വലാമയോട് അള്ളാഹ് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അള്ളാഹ് ഖലീലായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മേറാജ് കൊണ്ടുപോയി, ആകാശ ലോകത്ത് കൊണ്ടുപോയി സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാമയ്ക്ക് പല ദൃഷ്ടാന്തങ്ങൾ കുഞ്ചിതത്തെ കൊടുത്തു. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചോളം ഒരു ദൂതന്മാർക്കിടയിലും വിവേചനം കൽപ്പിക്കാൻ പാടില്ല. ഒരു ദൂതനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, വേറെ ദൂതനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. ലഹു ഏതിലേക്ക് പോകുന്നതാണ്? എവിടെ ഏത് റസൂലിലേക്ക് പോകും? റസൂലിനാണോ ഞങ്ങൾ കീഴ്പ്പെടുന്നത്, മുസ്ലിമൂനാകുന്നത്? അള്ളാഹുലേക്ക്. കാരണം ഇവിടെ ഒന്നിലധികം വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞതെല്ലാം ഇബ്രാഹിം, ഇസ്മായിൽ, യാഖൂബ് വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വന്നബിയ്യൂന വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം. അവിടെയൊക്കെ ബഹുവചനങ്ങൾ പറഞ്ഞു, ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ലഹു എന്ന ഏകവചനം പറയുമ്പോൾ ആദ്യം ഒറ്റയാളായിട്ട് പറഞ്ഞു എന്താണ്? ആമന്ന ബില്ലാഹി എന്ന് പറഞ്ഞു. ആ അള്ളാഹിലേക്ക് പോകുന്നതാണ് ലഹു. ഞങ്ങൾ അവന് ചെയ്തിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിധേയമായിരിക്കുന്നു, ഞങ്ങൾ അവനോട് അനുസരണയുള്ളവരായിരിക്കുന്നു. ആമനു ബിമിസ്ലി മാ ആമൻതും. പിന്നീട് എൻ്റെ സ്പീച്ച് സംഭാഷണ ശൈലി മാറുകയാണ്. ആദ്യം പറഞ്ഞ കൂഴു ആമന്ന, നിങ്ങൾ പറയൂ എന്നാണ്. അപ്പൊ പിന്നെ പറയുന്നു ഫഇൻ ആമനു, അങ്ങനെ അവർ വിശ്വസിച്ചാൽ. നേരത്തെ പറഞ്ഞല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അവരോട് അങ്ങനെ പറയാൻ പറയൂ എന്ന് പറഞ്ഞു. പിന്നീട് പറയുന്നത് ഫഇൻ ആമനു, അങ്ങനെ അവർ വിശ്വസിച്ചാൽ. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ. ബിമിസ്ലി മാ ആമൻതും ബിഹി, അല്ലയോ വിശ്വാസികൾ വിശ്വസിച്ചതുപോലെ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗപ്രാപ്തരായി. നേരത്തെ പറഞ്ഞല്ലോ കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു എന്ന് പറഞ്ഞതിന്റെ അതിന്റെ എന്താണ്, അതിന്റെ മറുപടി ഇപ്പോഴാണ് പറയുന്നത്. പെട്ടെന്ന് ആ മറുപടി അങ്ങനെ പറഞ്ഞില്ല. പെട്ടെന്ന് ഫഇൻ ആമൻതും ബില്ലാഹി വ മുഹമ്മദിൻ ഫഖദ് ഇഹ്തദൈതും എന്ന് പറഞ്ഞില്ല. നിങ്ങൾ സന്മാർഗപ്രാപ്തരാകണമെങ്കിൽ അള്ളയും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം എന്ന് ഡയറക്റ്റ് പറയുന്നതിന് പകരം അവർ അംഗീകരിക്കുന്ന ഒരു ദൂതന്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതനെ അംഗീകരിക്കുന്ന ദൂതനെ എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മില്ലത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പിന്നീട് അവർ അംഗീകരിക്കുന്ന നിങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ പറയൂ. എന്നിട്ടാണ് പിന്നീട് കാര്യം പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗപ്രാപ്തരായി. അതല്ലാതെ ജൂതനോ ക്രിസ്ത്യാനിയോ ആയാൽ സന്മാർഗപ്രാപ്തരാവുകയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലല്ല സന്മാർഗം ഇരിക്കുന്നത്, മറിച്ച് എന്താണ്? ആ സംവിധാനമാണ്. അള്ളയെ വിശ്വസിക്കണം, അള്ളാന്റെ ദൂതന്മാരെ വിശ്വസിക്കണം. അപ്പോഴാണ് വിശ്വാസികളായി തീരുക. അവർ പിരിഞ്ഞു പോയാൽ, പിന്തിരിഞ്ഞു പോയാൽ, പിന്തിരിഞ്ഞു പോയാൽ. അപ്പൊ ഇൻ തവല്ലൗനെയാണ് ഇൻ വന്നത് കൊണ്ട് എന്ത് ചെയ്തു? സുക്കൂൻ ചെയ്തുകൊണ്ട് അവിടെ നൂന് കളഞ്ഞു. ഇൻ തവല്ലൗ, അവർ പിന്തിരിഞ്ഞാൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവരാണ് ഭിന്നിപ്പിലുള്ളത്. ഫഇന്നമാഹും, അവരാണ് ഫീ ശിഖാഖ്, ഭിന്നിപ്പിലുള്ളത്. അവരാണ് ഭിന്നിച്ചിരിക്കുന്നത്, നമ്മളല്ല ഭിന്നിച്ചിരിക്കുന്നത്. ശിഖാഖ്, ഭിന്നിപ്പ്. ഫസയക്ഫീകഹുമുല്ലാഹു. ഇത് ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ചോദിക്കാൻ പറഞ്ഞു. ഫസയക്ഫീകഹും എങ്ങനെ പിരിച്ചു പറയാം?
എങ്ങനെ തിരിച്ചു പറയാം? അതില് കുറെ പദങ്ങൾ ചേർന്നിട്ടുണ്ട്. ഓരോ പദങ്ങളും വേറെ വേറെ യക്ഫി പ്ലസ് ഹിയ ഹിയ പ്ലസ് ഏത് ഹിയ? ഹിയ ഏത് ഹിയ? യക്ഫി വേറൊരാൾ പറഞ്ഞു. അധികം. Fa plus sa plus ekfi ആ plus ka plus hum. ആ ഫ അധികം സ അധികം യക്ഫി അധികം ക അധികം ഹും. അപ്പൊ ഖുർആനിലെ ഏറ്റവും വലിയ വാക്കാണെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ വാക്കെന്ന് പറഞ്ഞാൽ പല പദങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പദം. ഇത്രയും പദങ്ങൾ 5 ചേർന്നിട്ടുള്ള വേറെ പദമില്ല. ഫ അതിനാൽ, സ സന്ദർഭം, സമീപഭാവിയിൽ, യക്ഫി മതിയാകും, ക താങ്കൾക്ക്, ഹും അവർ. താങ്കളെ സംബന്ധിച്ചോളം അവർ മതിയാകുന്നതാണ്. അവർക്ക് അള്ളാഹു അവരെ സംബന്ധിച്ചോളം താങ്കൾക്ക് സഫിഷ്യന്റ് ആകും, മതിയായവനാകും. അള്ളാഹ് അവരെ സംബന്ധിച്ചോളം താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല? വറീഡാകേണ്ടതില്ല. അതിനെക്കുറിച്ച് ബേജാറാകേണ്ട കാര്യമില്ല. അവരാര് നോക്കിക്കോളും? അള്ളാഹ് നോക്കിക്കോളും. ഹും അവരെ സംബന്ധിച്ചോളം താങ്കൾക്ക് മതിയായവനാകും. ആര്? അള്ളാഹ്. വഹുവ സമീഉൽ അലീം. അള്ളാഹ് എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണ്. അള്ളാന്റെ ഛായ അല്ലെങ്കിൽ നിറം. ഒമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗതൻ. നിറത്താൽ അല്ലെങ്കിൽ ഛായയാൽ അള്ളയേക്കാൾ ഉത്തമനായവൻ ആരുണ്ട്? ഇപ്പോ ദൈവിക ഛായ മുക്കുമല്ലോ, മാമോദിസ. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. മാമോദിസ മുക്കുമ്പോഴാണ് ഒരാൾ എന്താകുന്നത്? വിശ്വാസിയാകുന്നത്. അവരുടെ കണക്കിനനുസരിച്ചുള്ള വിശ്വാസിയാകുന്നത്. അപ്പൊ അങ്ങനെ മുക്കുക എന്നതല്ല ശരിക്കും വേണ്ടത്. ശരിക്കും വേണ്ടത് എന്താ? അള്ളാന്റെ ഛായ തന്നെ ഉൾക്കൊള്ളുക, അള്ളാന്റെ നിറം ഉൾക്കൊള്ളുക. അല്ല ഏതെങ്കിലും ഒരു നിറം ഉണ്ടാക്കിയിട്ട് അള്ളാന്റെ നിറം എന്താ? അള്ളാന്റെ നിറം അള്ളാഹ് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഇല സുവരിക്കും വല ഇല അജിസാമിക്കും. നിങ്ങളുടെ സൂറ, നിങ്ങളുടെ ചിത്രം അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം, അതിലേക്കല്ല അള്ളാഹ് നോക്കുന്നത്. സുവരിക്കും വല ഇല അജിസാമിക്കും. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരത്തിലല്ല നോക്കുന്നത്. കറുപ്പാണോ വെളുപ്പാണോ, അത് മുടി വെള്ളയാണോ കറുത്ത മുടിയാണോ, കണ്ണിലെ കൃഷ്ണമണി കറുപ്പാണോ ചുവപ്പാണോ എന്നല്ല അള്ളാഹ് നോക്കുന്നത്. അള്ളാഹ് നോക്കുന്നത് എന്താ? ലാക്കിൻ യൻദുറു ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അഅ്മാലിക്കും, നിങ്ങളുടെ ആക്ടിവിറ്റീസിലേക്കാണ്. അപ്പം അള്ളാന്റെ ഛായ എവിടെ കിട്ടണം? ഹൃദയത്തിൽ പ്രതിബിംബിക്കണം. ആ ഹൃദയത്തിൽ നിന്നും അത് മുഖേന എന്തുണ്ടാകണം? ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കണം. അതാണ് വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞത്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ. അത് അള്ളാഹ് കലിമത്തൻ ത്വയ്യിബത്തൻ, നല്ല വചനത്തെ അള്ളാഹ് വിശദീകരിച്ചത് കണ്ടോ നീ? അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ. അതൊരു നല്ല വൃക്ഷത്തെ പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരെന്താണ്? സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുകയാണ്. എവിടെ? ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. ആ ഫറുഹാ ഫിസ്സമാ, അതിന്റെ ബ്രാഞ്ചസ് ആകാശത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ആ ഹൃദയത്തിൽ ഊന്നിയ വിശ്വാസത്തിന്റെ, ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തിന്റെ ഫലമായി സർവർക്കും എന്ത് ചെയ്യണം? തളർന്നു നൽകണം. തുഅ്തി ഉക്ലഹ കുല്ല ഹീനിൻ.
എപ്പോഴും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും, അല്ലാതെ ഒരു പ്രത്യേക സീസണിലല്ല. എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, സിബഗത്ത് അള്ളാന്റെ ഛായ നിങ്ങൾ പ്രത്യേകം മുക്കുന്ന ഒരു ഛായ അല്ല. അതിലൂടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ നിറമുക്കലിലൂടെ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ അഹ്സന മിനല്ലാഹി സിബഗത്തൻ, അള്ളാന്റെ ഛായയേക്കാൾ ഛായയാൽ നിറത്താൽ അള്ളയേക്കാൾ ഉത്തമനായവൻ ആരുണ്ട്? അപ്പൊ അള്ളാ എന്ന വിശ്വാസമാണ് മനസ്സിൽ കയറിക്കൊള്ളുന്നത്. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അല്ലെങ്കിൽ നാം അവന് ഇബാദത്ത് ചെയ്യുന്നവരുമാണ്. ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹ്, വീണ്ടും ചോദിക്കുകയാണ്, പറയൂ അല്ലെങ്കിൽ ചോദിക്കൂ. അതുഹാജ്ജൂനന, ഹാജ്ജ എന്താണ്? പ്രമാണം സമർപ്പിച്ച് തർക്കിച്ചു എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. ഹാജ്ജ തെളിവ് സമർപ്പിച്ചു കൊണ്ട് തർക്കിച്ചു എന്ന്. ഇവിടെ തർക്കിക്കുകയാണോ, നിങ്ങൾ വാദപ്രതിവാദം നടത്തുകയാണോ? അതുഹാജ്ജൂനന ഫില്ലാഹി, അള്ളാന്റെ കാര്യത്തിൽ. വഹുവ റബ്ബുന വറബ്ബുക്കും, ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബ് അവൻ തന്നെയാണ്. തർക്കിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെയും ഞങ്ങളുടെയും റബ്ബ് അവൻ തന്നെയാണ്. വലന അഅ്മാലുന വലക്കും അഅ്മാലു, പക്ഷെ പ്രശ്നം എന്താ? ലന അഅ്മാലുന, ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്കുണ്ട്, ലക്കും അഅ്മാലുക്കും, നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ ചെയ്തതിന്റെ ഫലം. നഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങളാണെങ്കിലോ അവന് വേണ്ടി മുഖ്ലിസ് ആയിട്ട്. എന്നാ വാക്കെന്താ? ആത്മാർത്ഥത കാണിച്ചു. നിഷ്കളങ്കരാണ്. അപ്പൊ നമ്മൾ ബയ്യനെ വിളിപ്പിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു വെള്ള വരച്ചിട്ട്, വെള്ള പ്രതലം അല്ലെങ്കിൽ വെള്ള പേപ്പർ എടുത്തിട്ട് അതിലൊരു ഡോട്ട് ഇടുക. അപ്പൊ ആ ഡോട്ട് എന്താണ്? ഒരു കളങ്കമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ഡോട്ട് ആ നിറം എന്ത് ചെയ്യുക? എടുത്ത് കളയുക, അല്ലെങ്കിൽ അത് മാറ്റിക്കളയുക. ഇപ്പൊ എന്തായി? മുഖ്ലിസായി. ആ ഡോട്ടില്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന ഏതൊരു മാലിന്യവും എത്ര ചെറുതാണെങ്കിലും നമ്മൾ എന്ത് വെക്കുന്നില്ല? നമ്മൾ മുഖ്ലിസായി തീരുന്നില്ല. മുഖ്ലിസാകണമെങ്കിൽ അള്ളയോടുള്ള കടമകളുടെയും കടപ്പാടിന്റെയും പൂർണ്ണമായ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അള്ളാഹ് കൊടുക്കണം. അതാണ് മുഖ്ലിസ്. നിഷ്കളങ്കൻ എന്ന് പറയുന്നത്. കളങ്കമില്ല. നമ്മളിപ്പോ സ്വർണം വാങ്ങിക്കാൻ പോയാലും അതിൽ കളങ്കമുണ്ട്. കളങ്കമുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ സ്വർണം വാങ്ങിയത്, അല്ലേ? കളങ്കം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് സ്വർണം വാങ്ങിയത്. നമ്മളിപ്പോ 18 ക്യാരറ്റ് 22 ക്യാരറ്റ് ഒക്കെ 22 ക്യാരറ്റാണ് വാങ്ങിക്കുന്നത്. അപ്പം കളങ്കമില്ലാതാണ് എന്ത് വേണം? 24 ക്യാരറ്റ് വേണം. നമ്മളെ 950 പരിശുദ്ധി എന്നാ പറയുന്നത്, 1000 ഇല്ല. ഇല്ല, എല്ലാവരുടെയും പരസ്യത്തിൽ കാണുന്നത് 950 പരിശുദ്ധി എന്നാണ്. അപ്പൊ എന്താകുന്നില്ല? മുഖ്ലിസ് ആകുന്നില്ല. 960 ആണല്ലേ? എന്തായിരുന്നാലും ചെമ്പുണ്ട് അവിടെ. 960 ആയാലും 950 ആയിരുന്നാലും അവിടെ ചെമ്പുണ്ട്. ബാക്കി ചെമ്പാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടും കളയണമെങ്കിൽ പിന്നെ എന്ത് വേണം? 24 ക്യാരറ്റ് വേണം. ഗോൾഡിന്റെ കണക്ക് മാത്രമേ ലേഡീസിന് കറക്റ്റ് ആയിട്ട് അറിയൂ. തഖൂലൂന ഇന്ന ഇബ്രാഹിം, അപ്പൊ നഹ്നു ലഹു മുഖ്ലിസൂൻ എന്ന് അവരോട് പറയുകയാണ്, ഞങ്ങൾ അവന് വേണ്ടി നിഷ്കളങ്കരായവരാണ്. ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലുള്ളതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ളതുപോലെ വേറെ യാതൊരു ആൾക്കും ഇബാദത്തിന്റെ ഒരംശവും കൊടുക്കുന്നില്ല.
വനഹ്നു ലഹു മുഖ്ലിസൂൻ. അങ്ങനെ ആകണം. അത് അവരോട് പറയുമ്പോൾ നമ്മൾ നമ്മളോട് ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പേപ്പറിൽ ഒരു ഡോട്ട് ഞാൻ ഇടാൻ പറഞ്ഞത്. ആ വെള്ള പേപ്പറിൽ ഒരു ഡോട്ട് ഇടുമ്പോൾ ആ ചെറിയൊരു ഡോട്ടാണ്, അത് അത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അത്രയും ഉണ്ടാകാൻ പാടില്ല. ഷിർക്കുൽ അസ്ഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ചെറിയ ഷിർക്ക് എന്നൊക്കെ പറഞ്ഞ് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതും എന്താണ്, അതും ഇല്ലാതെ പൂർണ്ണമായും എല്ലാം അല്ലാഹുവിനോട്. നമ്മൾ ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടും എന്ന് പറയുന്നില്ലേ? അപ്പൊ നമ്മളിപ്പോ നമ്മളെ പാരന്റ്സിന് വേണ്ടി ഇപ്പൊ മരണപ്പെട്ടു പോയാലൊക്കെ നമ്മള് ഖുർആനൊക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അതിന്റെ ഫലം കിട്ടുമോ? വേറെ ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നു. എപ്പോഴും ഉള്ള ഒരു സംശയമാണ്, അതുകൊണ്ട്. ഇല്ല ഇല്ല ഇല്ല. അതായത് അങ്ങനെ ആരെങ്കിലും നമ്മളെ സംശയം ഉണ്ടെങ്കിൽ പ്രാർത്ഥന. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഒരാളോട് നിങ്ങളോട് ചോദിച്ചാല് അയാളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട മറുപടി, ഇപ്പൊ ഇവിടെ നിങ്ങൾ ജൂതനാകണം ക്രിസ്ത്യാനിയാകണമെന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ അവരോട് എന്താ മറുപടി പറഞ്ഞത്? ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കൂനു ഹൂദൻ ഔ നസാറ എന്ന് പറഞ്ഞു. അവരോട് എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ബൽ മില്ലത്തെ ഇബ്രാഹിം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങള് ഓതിയാല് ഉമ്മാക്ക് കൂലി കിട്ടുമോ എന്ന് ചോദിച്ചാല് അവരോട് പറയേണ്ടത്, നിങ്ങൾ ഉമ്മാക്ക് വേണ്ടി 10 പൈസ കൊടുക്കുക. 10 പൈസ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ചെലവാകാതെ നിങ്ങൾ കുത്തിയിരുന്ന് ഖുർആൻ ഓതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറെ അരി എടുത്ത് അവരുടെ പേരിൽ ജനങ്ങൾക്ക് സദഖ കൊടുക്കൂ. കുറെ ആൾക്കാർക്ക് നിങ്ങൾ അർഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ട്, അല്ല ഇങ്ങനെ ആരെങ്കിലും ഇവിടെ വീട്ടിൽ ശേഖരിച്ച് വെച്ചിട്ട് ആരെങ്കിലും വരുന്ന കൊടുക്കാല്ല. അർഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കും. ഉമ്മാക്ക് വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കൂ. ഉമ്മക്ക് വേണ്ടി സാധു ജനങ്ങൾക്ക് നിങ്ങൾ ഒരു ജോലി വാങ്ങിക്കൊടുക്കൂ, അല്ലെങ്കിൽ അത് ജോലി പഠിപ്പിച്ചു കൊടുക്കൂ. അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറയും. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്തിനാ ഇറക്കിയിരിക്കുന്നത്? ഖുർആൻ വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനാണ്. അപ്പൊ അത് നിങ്ങൾ പറയാണ് പിന്നെ വനഹ്നു ലഹു മുഖ്ലിസൂൻ എന്ന് പറഞ്ഞിട്ടിരുന്നാലും മുഖ്ലിസായി തീരുവോ? മാത്രമല്ല സൂറത്ത് യാസീനിൽ എന്താ പറയുന്നത്? യാസീനിൽ അല്ലാഹ് പറയുന്നത് ജീവിക്കുന്നവർക്ക് എന്താണ്, എന്താണ് ആയത്ത്? അതല്ല. ഇത് ജീവിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന, ഇത് ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന മൻകാന ഹയ്യൻ. ഇത് ഹയ്യായിട്ടുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ്, അല്ലേ? ഹയ്യൻ എന്ന് പറഞ്ഞ എന്താ ആയത്ത്? ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ്. ഇത് മരിച്ചവർക്കോ അല്ലെങ്കിൽ പാരായണം ചെയ്ത് തീർക്കാനുള്ളതല്ല, അവർക്ക് മുന്നറിയിപ്പ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സദഖ ചെയ്താല്, ദാനധർമ്മം ചെയ്താല് അതിന്റെ പുണ്യം അവർക്ക് കിട്ടുമോ എന്ന് ചോദ്യമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് വേണ്ടി ദാനം ചെയ്യാം. അവർ ചെയ്യാതെ പോയ സക്കാത്ത് കൊടുക്കുക. അവർ ചെയ്യാതെ പോയ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം റസൂലിന്റെ നടപടിക്രമത്തിൽ ഇല്ലാത്തതാണ്. പിന്നെ ആൾക്കാർക്ക് ഒന്നും കൊടുക്കാതെ വന്നപ്പോഴത്തേക്കും ഹദിയ ഖുർആൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം എനിക്ക് വേണ്ട, അവർക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ വന്നെന്ന് നമുക്കറിയില്ല. അത് തെറ്റായ ഒരു ശീലം കൂടിയാണ്, തെറ്റായ നടപടിക്രമമാണ്. അങ്ങനെ ആരെങ്കിലും ഒരു നടപടിക്രമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്മ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറഞ്ഞിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും എന്റെ മേൽ
ഈ ദീനിലില്ലാത്ത ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റദ്ദൻ, തള്ളിക്കളയേണ്ടതാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച്. എന്തായാലും അങ്ങനെ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി അവർക്ക് കിട്ടുമോ എന്നതിൽ ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അടിസ്ഥാനപരമായ തെളിവുകൾ ഇല്ല. ഹദീസുകളിൽ അങ്ങനെ പ്രാമാണിക യോഗ്യമായി വന്നിട്ടില്ല. എന്താ പറഞ്ഞത്? അത്ഹാജ്ജുന ഫില്ലാഹി ونحن له مخلصون أن تقول إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى. നിങ്ങൾ പറയുന്നു ജൂതനാകൂ ക്രിസ്ത്യാനിയാകൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിനോടനുബന്ധമായി ചോദിക്കുകയാണ്, തഖൂലൂന, നിങ്ങൾ അതല്ല, നിങ്ങൾ പറയുകയാണോ ഇന്ന ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് വല്ലസ്ബാത്ത, ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് അലൈഹിസ്സലാമയുടെ സന്തതി പരമ്പരകൾ യും വല്ലസ്ബാത്ത, കാണോ അവരെല്ലാം ജൂതന്മാരെ ക്രിസ്ത്യാനികളായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? കാനു ഹൂദൻ, അവർ ജൂതന്മാരായിരുന്നു. അവ നസാറ, അതെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. ഉൽ അൻതും ആലം, നിങ്ങൾക്കാണോ നന്നായി അറിയുന്നത്? ആലമോ എന്ന് പറഞ്ഞാൽ നന്നായി അറിയുന്നു. അൻതും ആലം, നിങ്ങളാണോ നന്നായി അറിയുന്നത്? അമില്ല, അതല്ല അള്ളയാണോ? അപ്പൊ ഹംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് കേട്ടാ. നേരത്തെ മുകളിൽ പറഞ്ഞത് ഉൽ അത്ഹാജ്ജൂന ഫില്ലാഹി, അപ്പൊ നിങ്ങൾ അള്ളാന്റെ കാര്യത്തിൽ നിങ്ങളോട് തർക്കിക്കുകയാണോ? എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു? അം തഖൂലൂന, അതല്ല നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എല്ലാം എന്ത് പറഞ്ഞു? അൻതും അഅലം, നിങ്ങളാണോ അറിയുന്നവൻ? അമില്ല, അതല്ല അള്ളയാണോ? ആ കൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ കൂടെയാണ് അതല്ല ഇതാണോ എന്ന് ചോദിക്കുന്നത്. അം അള്ളാ, അം അള്ളാ എന്നാണ്. പിന്നീട് അമ്മിന് സുക്കൂന് ശേഷം ലഫ്ദുൽ ജലാലത്തിന്റെ സുക്കൂൻ ചേർന്ന് വന്നുകൊണ്ടാണ് അമില്ല എന്ന് കസ്റോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് വമൻ അദ്ലം മിമ്മൻ കത്തമ ഷഹാദത്തൻ ഇൻദഹു. അപ്പൊ ഷഹാദത്തിന്റെ അർത്ഥം നമ്മൾ മുമ്പ് സെർച്ച് ചെയ്തായിരുന്നു, മുമ്പ് നമ്മൾ റിസർച്ച് ചെയ്തായിരുന്നു ഷഹാദത്തിന്റെ കാര്യത്തിൽ. ഷഹാദത്തിന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ എടുത്തു നോക്കുക. ഷഹാദത്തിന് എന്തർത്ഥമാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? ഷഹീദും ഷഹാദത്തും, ഷഹീദും ഷഹാദത്തും എന്തർത്ഥത്തിലാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താ ഷഹാദത്ത്? സാക്ഷ്യം. മിമ്മൻ കത്തമ ഷഹാദത്തൻ ഇൻദഹു, അവന്റെ അടുക്കലുള്ള ഷഹാദത്ത്, സാക്ഷ്യം അഥവാ സത്യസാക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളയാണ്, അള്ളാന്റെ ഏകത്വം, റസൂലിന്റെ പ്രവാചകത്വം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, അതിലുള്ള സാക്ഷ്യം. ആ സാക്ഷ്യം മറച്ചു വെക്കുന്നതിനേക്കാൾ അക്രമി വേറെ ആരുണ്ട്? അവരുടെ കയ്യിലുള്ള കിതാബിൽ അത് പറയുന്നുണ്ട്. അത് അവർ മറച്ചു വെക്കുകയായിരുന്നു. അന്നും അവരുടെ കിതാബിലുണ്ടായിരുന്നു, ഇന്നും കിതാബിൽ അതിന്റെ അംശങ്ങളുണ്ട്. പക്ഷെ ഇന്ന് കിതാബ് പാടെ മാറ്റി മറിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ മറച്ചു വെക്കുന്നവനേക്കാൾ അക്രമി വേറെ ആരുണ്ട്? അതിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ യാസീൻ ഓതാൻ പറഞ്ഞു, ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യാം? എന്റെ വാപ്പ മരിച്ചപ്പോ അന്നൊക്കെ ഇവിടെ ഭയങ്കര ഈ യാസീൻ ഓത്തിന്റെ ആൾക്കാരായിരുന്നു. അപ്പൊ എന്റെ ഒരു കസിൻ സിസ്റ്റർ വന്നിട്ട് അത് ചോദിച്ചത്, ഞാൻ കുളിച്ച് ഒതുവൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഈ ഓതലൊന്നും ഇല്ലാന്ന് മനസ്സിലായത്, ആര് പോകുന്നില്ലെന്ന്. അപ്പോ അതെല്ലാം അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം സാരത്തെ എല്ലാം വാപ്പാക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇതിനെ വ്യാപിപ്പിക്കുന്നവർ എന്താ ചെയ്യുന്നത്? അത് സത്യമായി, സത്യം ഇതിന് വിരുദ്ധമാണ്, യാഥാർത്ഥ്യം ഇതിന് വിരുദ്ധമാണ് എന്ന് ഇവർക്കെല്ലാം അറിയാം. വീണ്ടും അതിനെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ, ആ സത്യത്തെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അക്രമം വേറെ ആരുണ്ട്? ഇനി ആരെങ്കിലും അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് പറഞ്ഞു കൊടുക്കുന്നത് വരെ എന്താവില്ല, അവൻ നിസ്വാർത്ഥനായി തീരൂല. നേരത്തെ പറഞ്ഞ മുഖൻസായി തീരൂല. നമ്മൾ അങ്ങോട്ട് ഈ സൂറത്ത് തന്നെ പഠിക്കാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആലു ഇമ്രാൻ ഇമ്മൻ കത്തമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഇതൊക്കെ എങ്ങനെയുള്ള ആൾക്കാരോട് പറയേണ്ടതാ, യൂതന്മാരോടും ക്രിസ്ത്യാനികളോടും മാത്രമല്ല. വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹു ഗാഫിലല്ല, അശ്രദ്ധനല്ല. അതിന്റെ മാളി എന്താ കഴിക്കുന്നത്? അശ്രദ്ധ കാണിച്ചു. അശ്രദ്ധ കാണിച്ചു. അതിന്റെ മുലാരി എന്താണ്? യഗ്ഫുരു.
അത് സൂറത്ത് നിസായിൽ യഗ്ഫുലു എന്ന് തന്നെ വന്നിട്ടുണ്ട്. ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹത്തിക്കും വഅംതിഅത്തിക്കും എന്നൊരു ഭാഗം വരുന്നുണ്ട് സൂറത്ത് നിസായിൽ. ബിഗാഫിലിൻ അമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹ് അശ്രദ്ധനല്ല അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അതൊരു സമൂഹമാണ്. ഒരു നേരത്തെ പറഞ്ഞ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, അസ്ബാത്ത് എന്നൊക്കെ പറഞ്ഞവരെന്താണ്? ഉമ്മത്തിൻ, ഒരു സമൂഹമായിരുന്നു. ഉമ്മത്ത് എന്താണ്? ഉമ്മത്ത് എന്ന് പറയാൻ കാര്യം എന്താണ്? ഉമ്മത്ത് എന്തുണ്ട്? കൗമും ഉമ്മത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ പറഞ്ഞത്? അത് പിന്നെ വ്യക്തമായ വ്യക്തമായ സാക്ഷ്യം, ഒരു ലക്ഷ്യമുണ്ട്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമുള്ള സമൂഹം, ഗോൾ സെറ്റ് ചെയ്ത സമൂഹം, അതാണ് ഉമ്മത്ത്. തിൽക ഉമ്മത്തിൻ, അതൊരു സമൂഹമായിരുന്നു. കഥ ഖലത്, അവർ കഴിഞ്ഞു പോയി. പപ്പ കാന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നമ്മൾ ചെയ്യണം. ലഹാ മാ കസബത്ത്, ലഹ എന്ന് പറയുന്നത് ആ ഉമ്മത്തിന് മാ കസബത്ത്, അവർ ചെയ്തതിന്റെ ഫലമുണ്ട്. വലക്കും, നിങ്ങൾക്കുള്ളത് മാ കസബത്തും, നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. എന്താണ്? ചോദ്യം ചെയ്യപ്പെടുന്നതല്ല അല്ലേ? ലാ തുസ്അലൂന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല, നിങ്ങൾ ചോദിക്കല്ല. ലാ തസ്അലൂന എന്നല്ല പറഞ്ഞു, ലാ തുസ്അലൂന. അപ്പൊ സഅല ചോദിച്ചു, സുഇല ചോദിക്കപ്പെട്ടു. ചോദിക്കുകയില്ല, നിങ്ങളോട് ചോദിക്കുകയില്ല എന്നല്ലേ? ചോദിക്കുകയില്ല എന്നാണോ? ചോദിക്കപ്പെടുകയില്ല. യഥാർത്ഥത്തിൽ അർത്ഥം ചോദിക്കപ്പെടുകയില്ല എന്നാണ്. നമ്മളെ പരിഭാഷയിൽ എഴുതിയിരിക്കുന്നതല്ല യഥാർത്ഥ അർത്ഥം. പരിഭാഷയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ പരിഭാഷ വായിച്ചു നോക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കാര്യം മനസ്സിലാകണം. അപ്പൊ മനസ്സിലാകുന്ന ഭാഷയിലാണ് പരിഭാഷ എഴുതുന്നത്, പരിഭാഷയും വ്യാഖ്യാനം എഴുതുന്നത്. നമ്മൾ വാക്കർത്ഥം പഠിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വാക്കർത്ഥം എന്താ? ലാ തുസ്അലൂന, നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വേറൊരാൾ ചോദിക്കൂല. അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് മലക്കളൊന്നും ചോദിക്കില്ല, അല്ലെങ്കിൽ അള്ളാഹ് ചോദിക്കില്ല. ഈ ലഹു വന്നിട്ടൊരു വാവ് വന്നിരിക്കുന്നത് എന്തായിരിക്കും? ലഹു വന്നതിന് ശേഷം വാവ് വരുന്നത് സർവനാമത്തിന്റെ ഹു ഉണ്ടല്ലോ, സർവനാമത്തിന്റെ ഹു അങ്ങനെ വരുന്നത്. അതിന്റെ മുമ്പ് ഫതഹാണ്, ശേഷവും ഫതഹാണെങ്കിൽ, അതിന്റെ മുമ്പ് ഹർക്കത്തുണ്ടെങ്കിൽ, ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? രണ്ട് ഹർക്കത്ത് ചേർത്ത് വായിക്കുമ്പോൾ രണ്ട് ഹർക്കത്ത് നീട്ടണം. അതെ. നിങ്ങൾ തജ്വീദ് ക്ലാസ് ചേർന്നായിരുന്നോ? ചേർന്നു. അപ്പൊ അതിൽ വരും, അത് കൊടുത്തിട്ടുണ്ട്. നോട്ട് കിട്ടിയെന്ന് തോന്നല്ല, അതിലുണ്ടാവും കേട്ടോ, വായിച്ചു നോക്കിയാണ്. നമ്മളെ തജ്വീദ് എന്ന് പറയുന്നത് സമഗ്രമായ തജ്വീദ്. ചെറിയ 7-8 പേജാണ് ഉള്ളത്, പക്ഷെ സംഗതി എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി. സർവനാമത്തിന്റെ ഹൂവിന് ശേഷം ഹർക്കത്തും അതിന് മുമ്പും ഹർക്കത്തുണ്ടെങ്കിൽ സർവനാമത്തിന്റെ ഹായെ ചെയ്യണം, രണ്ട് ഹർക്കത്ത് നീട്ടണം. അപ്പൊ കസറാണെങ്കിൽ ഹീ രണ്ട് ഹർക്കത്ത് നീട്ടണം, ഹൂ ആണെങ്കിൽ ഹൂ രണ്ട് ഹർക്കത്ത്. സർവനാമത്തിന് ശേഷമുള്ള ഹർക്കത്ത് ഏതാ? ഇപ്പൊ ലഹു മുഖ്ലിസൂൻ എന്ന് പറഞ്ഞപ്പോ ആ സർവനാമത്തിന്റെ ഹായല്ലേ അത്? ലഹു എന്ന് പറഞ്ഞാൽ ഹുവയല്ലേ? ലാ പ്ലസ് ഹുവയാണല്ലോ, അല്ലെങ്കിൽ ലീ പ്ലസ് ഹുവയാണല്ലോ. അപ്പോ അതിനുശേഷം ഹർക്കത്തുള്ള അക്ഷരമാണ് വന്നിരിക്കുന്നത്, മൂ ആണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ലായുണ്ട്. അത് മുമ്പ് ഹർക്കത്തില്ലാത്ത ഉദാഹരണം പറഞ്ഞാൽ ലദൈഹി. അപ്പൊ എന്താണ് ലദൈഹി? ലദൈഹി വരുമ്പോൾ യാന് സുക്കൂനാണ്. അതിനുശേഷം പിന്നെ ഹാ വന്നു, അവിടെ കസർ നീട്ടാൻ പാടില്ല. ലദൈഹി. ഇവിടെ എന്തോന്നു? ലഹു മുഖ്ലിസീൻ. അതിനുശേഷം ലഹുവിന് ശേഷം പല സ്ഥലങ്ങളും കാണാം നമുക്ക്. അത് അമ്മജി ചേർത്ത് വായിച്ചു നോക്കിയാൽ പല ഉദാഹരണങ്ങൾ കാണാം. ഇവിടെ ഇൻദഹു മിനല്ലാഹി എന്നുണ്ട്. ഇൻദഹു മിനല്ലാഹി എന്ന് ഹുവിന് മുമ്പും
ഹർക്കത്താണ്. ഹൂവിന് ശേഷവും ഹർക്കത്താണ്. ഉണ്ടഹു. അതൊക്കെ തജ്വീദ് വരും കേട്ടോ. ഹർക്കത്തുള്ളതാണ് കൂടുതലും ഇവിടെ വന്നേക്കുന്നത്, മുമ്പിലും പിൻപിലും. കിതാബിഹിൽ അസീസ്, കിതാബിഹിൽ ഹക്കീം എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? കിതാബിഹിൽ ഹക്കീം. ഹീ വന്നിട്ട് പിന്നീട് ലാമിന് സുക്കൂനാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഹീക്ക് നീട്ടില്ല. ശരി, സമയം അതിക്രമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗ്രാമർ എടുക്കുന്നതുകൊണ്ടാണ് അഡീഷണൽ പോകുന്നത്. വേറെ സംശയങ്ങളൊന്നുമില്ല. ഗ്രാമർ, വാക്കർത്ഥം, ഏകവചനം, ബഹുവചനം, മാവ്, മുളാരി, അമ്ര. അത് ഫസയക്ഫീകഹുമിന്റെ അർത്ഥം ഒന്നുകൂടി പറയോ? ആ, ഒരുപാട് ചിന്തിച്ചാലേ ഒന്നും മനസ്സിലാവില്ല. അതിന്റെ സമ്മറി എന്താണ്? അവരെ സമയത്തോളം അള്ളാഹ് താങ്കൾക്ക് മതിയായവനാണ്. അവരുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞിട്ടില്ല. പ്രസന്റ്. പ്രസവിക്കും. അതിനാൽ അല്ലെങ്കിൽ അപ്പോൾ, അതായത് വിദൂര ഭാവിയിൽ തന്നെ അവരെ സംബന്ധിച്ച് താങ്കൾക്ക് അള്ളാഹ് മതിയായവനാകും. അവരെ സംബന്ധിച്ച് താങ്കൾക്ക് അള്ളാഹ് മതിയായവനാകും. കഫ അല്ലേ? യക്ഫീക, കഫ യക്ഫി എന്ന് പറഞ്ഞാൽ ഇനഫ് ഓർ സഫിഷ്യന്റ്, മതിയാകും. മതിയാകും. അപ്പൊ യക്ഫീക താങ്കൾക്ക് മതിയാകും. അവരെ സമയത്തോളം അള്ളാഹ് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹ് താങ്കൾക്ക് സംരക്ഷണം നൽകും. താങ്കൾക്ക് മതിയായവനാകും. താങ്കൾക്ക് അള്ളാഹ് തന്നെ മതി. ഹസ്ബി അള്ളാഹ് എന്ന് പറഞ്ഞില്ലേ, അതേ അർത്ഥമാണ്. അപ്പൊ ഹസ്ബുക്ക് അള്ളാഹ്, താങ്കൾക്ക് അള്ളാഹ് മതിയായവനാകും. യക്ഫീക താങ്കൾക്ക് മതിയായവനാകും. ആരെ സംബന്ധിച്ച്? അവരെ സംബന്ധിച്ച്. അള്ളാഹ് മതിയായവനാകും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ ദ്രോഹത്തിൽ നിന്നും താങ്കൾക്ക് അള്ളാഹ് തന്നെ മതിയായവനാണ്. ഒറ്റ വാക്കില്ല, പല വാക്കേ ഉള്ളൂ. കാരണം പല വാക്ക് ഏതിനാണ് അതുള്ളത്. അപ്പോൾ അതിനാൽ അങ്ങനെ എന്നൊക്കെ പറയാലോ. അതൊക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ട സംഗതിയാണ്. അതൊക്കെ നമ്മളെ മനസ്സിൽ വരണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നീടല്ല, ഉടൻ തന്നെ, വളരെ വൈകാതെ തന്നെ അള്ളാഹ് താങ്കൾക്ക് സംരക്ഷണം നൽകും. താങ്കൾക്ക് അള്ളാഹ് മതിയായവനാണ്. കഫാ ബില്ലാഹി ഷഹീദൻ എന്ന് പറഞ്ഞില്ലേ, കഫാ ബില്ലാഹി വക്കീല എന്നൊക്കെ പറഞ്ഞില്ലേ. എന്താർത്ഥം? വക്കീലായിട്ടും സാക്ഷിയായിട്ടും കൈകാര്യകർത്താവായിട്ടും പരമേൽപ്പിക്കപ്പെടുന്നവനായിട്ടും അള്ളാഹ് തന്നെ മതി എന്നല്ലേ. മതിയാകും. കഫ എന്ന് പറഞ്ഞാൽ മാളയായിട്ടാണ് പറഞ്ഞത്. യക്ഫി അതിന്റെ മുള്ളാരിയാണ്, സമ്പൂർണ്ണ ക്രിയ. കഫാ ബില്ലാഹി ഹസീബ എന്ന് പറഞ്ഞു.
ഇതൊക്കെ നമ്മൾ ഈണത്തിൽ പറഞ്ഞല്ല നോക്കേണ്ടത്. ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും മൂന്നലുകളുണ്ട്. ആ ഹൃദയത്തിൽ തട്ടി മറുകക്ഷിയോട് ഊന്നി ചോദിച്ച്, ഉറപ്പിച്ച് ചോദിച്ച്, സ്ട്രോങ് ആയിട്ട് ചോദിച്ച് അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നു, ആൻസറിനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ വായിച്ചു നോക്കണം, ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സിൽ തട്ടണം, നമ്മളെ മനസ്സിൽ തട്ടണം, എന്നാലേ കേൾവിക്കാരന്റെ മനസ്സിൽ തട്ടും. എന്റെ ആൻസർ എന്താ പറഞ്ഞേ? എന്താണ് എന്തേ പറഞ്ഞെന്നുള്ള കേൾവി തട്ടണം, മനസ്സിൽ തട്ടണം എന്നുള്ളതിന് എന്തൊരു മനസ്സിൽ വാക്ക് തട്ടണം. പറഞ്ഞല്ലോ, ഇതാ എന്തോ ഒരു പറഞ്ഞത് വാക്ക് പറഞ്ഞല്ലോ. അതാണോ? കൽവി അല്ല, തട്ടണം. ഞാൻ തന്നെ മറന്നു ഏത് വാക്കാണ് പറഞ്ഞതെന്ന്. എന്തോന്ന് കേട്ടവരാരെങ്കിലും പറഞ്ഞു. കേട്ടവരാരെങ്കിലും പറയും. വക്കീൽ എന്നൊക്കെ പറഞ്ഞല്ലോ. കഫാ ബില്ലാഹി വക്കീല, കഫാ ബില്ലാഹി വക്കീല. ഭരമേൽപ്പിക്കുന്നവനായി അള്ള തന്നെ മതി. വക്കീൽ ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അള്ള തന്നെ മതി. അപ്പം കഫ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണക്രിയയാണ്. അതിന്റെ അപൂർണക്രിയയാണ് യക്ഫി. ഇപ്പൊ മതിയാകും, മതിയായവനാകും. ഉള്ള ആ രീതിയിൽ ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. കുറച്ച് അവധി ഇട്ടണ്ടി. വലൈക്കും അസ്സലാം.